ശ്രീ എം എസ് വേണുഗോപാൽ വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എസ് വേണുഗോപാൽ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം സൗദി അറേബ്യയുടെ സഹായം പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്കത് നിയന്ത്രിക്കാനാവാത്ത വിധം താലിബാന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത് വടി കൊടുത്ത് അടി മേടിച്ചതാണ്. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ പാകിസ്ഥാന് വളരെ ദോഷം ചെയ്യും. ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയുടെ ഒരു ശാപമായിട്ടാണ്. ഈ റംസാൻ കാലത്ത്, സമാധാനത്തിന്റെ കാലത്ത് ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് ലോകത്തിന് തന്നെ അതിശയമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് പാകിസ്ഥാന്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് വളരെ വലുതാണ്. അവർക്ക് മുമ്പ് യുദ്ധം നടത്തിയപ്പോഴൊക്കെ IMFന്റെ ലോണ് അല്ലെങ്കിൽ ഖത്തറിന്റെയോ സൗദിയുടെയൊക്കെ സാമ്പത്തിക സഹായം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ എക്കണോമിക് ക്രൈസിസ് പരിഹരിക്കാനുള്ള, ചില പൊളിറ്റിക്കൽ ക്രൈസിസ് പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പും കൂടെയാണ് ഈ യുദ്ധം എന്നാണ് പറയുന്നത്. കാരണം അതിന് തെളിവായി പറയുന്നത് തങ്ങളാണ് വിക്ടിമെന്ന് വരുത്താൻ പാകിസ്ഥാൻ വളരെയധികം ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് പട്ടാളക്കാർ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായ നഷ്ടം വളരെ വലുതാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ പൊതുവെ അങ്ങനെയല്ല ചെയ്യുന്നത്. പാകിസ്ഥാൻ എപ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ല, എതിർ രാജ്യത്തിന് ഞങ്ങൾ അടിച്ച് തകർത്തു എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ ഇപ്പോ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഒരു തന്ത്രമാണ്. ഈ റംസാൻ കാലത്ത് ഒരു അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാന് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും, ഒരുപക്ഷെ US നിന്നും IMFൽ നിന്നും വരെ സാമ്പത്തിക സഹായത്തിന് കൂടിയുള്ള ഒരു തന്ത്രമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഡ്യൂറന്റ് ലൈനിന്റെ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഹൈ ഹാൻഡ് ആണ് ശരിക്കും കാണിച്ചിരിക്കുന്നത്. അഫ്ഗാൻ തന്നെ ഈ സന്ദർഭത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു നവംബറിന്റെ മാസത്തിൽ ഇത്തരത്തിലൊരു അക്രമം ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വന്നത് അഫ്ഗാനിസ്ഥാനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. അഫ്ഗാൻ ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ താലിബാനിലെ ഒരു സംഘവുമായി പാകിസ്ഥാൻ പട്ടാളത്തിനുള്ള ചില ബന്ധങ്ങളും കൂടെ തെളിഞ്ഞു വരേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു കൃത്രിമ വാറാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സൗദിയുടെ സഹായം തേടിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നന്ദി ശ്രീ എം എസ് വേണുഗോപാൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.